ഷമേ, ADGP അജിത് കുമാർ ഒരു കാര്യം ഞാൻ തുറന്നു ചോദിക്കുക, ഇയാൾ കള്ളനാണോ? അതേപറ്റി ഞാൻ സംസാരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം മോശമായിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. ആണ്. എന്താണ് അയാളെ പറ്റി ഷാമിനോട് ഉദ്യോഗസ്ഥര് പറഞ്ഞത്? ഇയാൾ എന്ത് തരത്തിലുള്ള ഉദ്യോഗസ്ഥനാണ്? ഏത് വിധേനയും അദ്ദേഹം നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ആളാണെന്നാണ്. ഒരുപക്ഷെ ആ ഉദ്യോഗസ്ഥർക്ക് അജിത് കുമാറിനോടുള്ള ഒരു ഈഗോ ആവാൻ സാധ്യത ഉണ്ടാവാം. പക്ഷെ താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥർക്ക് എന്തോ ഈഗോ ക്ലാഷ് അജിത് കുമാറിനോട് അനാവശ്യമായി അദ്ദേഹത്തിന്. പോലീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആർക്കും കണ്ടുകൂടാ. അതെ, ഒരേ റാങ്കിൽ വരുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷ് ഉണ്ടാവും. ADGPയും DGPയും തമ്മിൽ ഉണ്ടാകാറുണ്ട്. പിന്നെ ADGPയും അതിന്റെ താഴോട്ട് ഉള്ള ഉദ്യോഗസ്ഥരുമായിട്ട്, IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ഉണ്ടാകാറുണ്ട്. IGയും DIGയും തമ്മിൽ ഉണ്ടാകാറുണ്ട്. അതായത് ഇങ്ങനെ ഈ ഹൈറാർക്കിയിൽ വരുന്നതിൽ തൊട്ട് അപ്പുറവും ഇപ്പുറവും കിടക്കുന്നവർ തമ്മിൽ ഈഗോ ക്ലാഷ് ഉണ്ടാകാറുണ്ട്. ഇത് താഴെത്തട്ടിലെ അൻപറിനെ വിളിച്ച സുജിത് ദാസ് തന്നെ പറയുന്നത് ഷാമി കേട്ടതാണല്ലോ. അൻപറിനെ വിളിച്ച സുജിത് ദാസും അയാളെ ഒതുക്കാനായിട്ട് ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് പറയുന്നത്. അതെ, അങ്ങനത്തെ കാര്യമാണ്. അപ്പൊ ഈ പോലീസിനകത്താണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത്, പിരിമുറുക്കം നടക്കുന്നത്, ഏറ്റവും കൂടുതൽ എന്താണ് കൊഴിഞ്ഞുപോക്ക് നടക്കുന്നത്. അതെ, എല്ലാം നടക്കുന്ന പോലീസിനകത്താണ്. സത്യം പറഞ്ഞാൽ പോലീസ്, എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവന് പോലീസിലെ സെലക്ഷൻ കിട്ടിയിട്ട് പോയിട്ടില്ല. ഞാൻ എല്ലാവരും അവന് വഴക്ക് എന്ത് പോകണം, അവന് വയ്യാന്ന് പറഞ്ഞു. ആ ജോലി ചെയ്യാൻ അവന് താല്പര്യമില്ല, മനസ്സിലല്ലേ? കാരണം അവന് ഒരു ഹയറാർക്കി ആണല്ലോ പോലീസിൽ. ചാൻസ് നിൽക്കാൻ താല്പര്യമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പിരിമുറുക്കം, അവന് മനസമാധാനമാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകാൻ തയ്യാറല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള യുവത പോലീസ് എന്ന് പറയുന്ന ജോലി ഓപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഓപ്റ്റ് ചെയ്യുന്നത് തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാരാണ്. ഒരു ഗവൺമെന്റ് ജോലി വേണം എന്നുള്ള ആൾക്കാർ പോലീസ് എന്ന് പറഞ്ഞ ജോലി ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഈ ADGP അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അൻവർ ADGPക്കെതിരെ ഉന്നയിച്ചതൊക്കെ കഴമ്പില്ലാത്ത ആരോപണങ്ങളായിരുന്നു. അജിത് കുമാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുമുണ്ട്. അജിത് കുമാർ RSSുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നു, അല്ലേ? അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയതിലും തെറ്റില്ല എന്നാണ് പാർട്ടിയുടെ തന്നെ വിശദീകരണം. തെറ്റില്ലെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം ഒരു ADGP ആയിട്ട് ഒരാൾ ഇരിക്കുമ്പോൾ അയാൾക്ക് RSSുമായിട്ടും കൂടിക്കാഴ്ച നടത്തേണ്ടി വരും, SDP ആയിട്ടും കൂടിക്കാഴ്ച, അല്ലെങ്കിൽ എങ്ങനെ ക്രമസമാധാന പാലനം നടക്കും? അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ പറയും, പറയാത്ത എല്ലാം ജനങ്ങളോട് പറയണം, മാധ്യമങ്ങളോട് പറയണമെന്ന് ആവശ്യമില്ലല്ലോ. മുഖ്യമന്ത്രിക്കും അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ക്രമസമാധാനം നേരെ കൊണ്ടുപോകണമെങ്കിൽ എന്തിനു പറയുന്നു, ഞാൻ ഉദാഹരണം പറയാം. ഇവിടെ ISS ഭീകരരുമായിട്ട് ഇന്ത്യ ചർച്ച നടത്തുന്നില്ലേ? താലിബാനുമായിട്ട് ഇന്ത്യ ചർച്ച നടത്തിയിട്ടുണ്ട്. അതെ, നമ്മുടെ പ്രതിരോധ വകുപ്പ് ചർച്ച നടത്തുന്നില്ലേ? അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യത്തില് ഇപ്പൊ നാളെ അജിത് കുമാറും SDP ആയിട്ട് ചർച്ച നടന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടാനുള്ള കാര്യം എന്താണ് എന്നുള്ള ഒരു ആംഗിളിലാണ് ഞാൻ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട്, അനാവശ്യ വിവാദമാണ്. അജിത് കുമാറിന്റെ ഒരു പ്രൊഫൈൽ വളരെ മോശമാണെന്നാണ് ഈ അൻവർ അടക്കമുള്ളവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രിക്ക് ആ നിലപാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഷാമിനോട് ചോദിച്ചത്, ഇതൊരു ഈഗോ ക്ലാഷ് ആവാനുള്ളൊരു സംഗതി ഇല്ലേന്ന്. അല്ല, ഇത് ഒരു ഈഗോ ക്ലാഷ് വരും. പക്ഷെ മറുസൈഡിൽ ഈ താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥർ വരെ ഇദ്ദേഹത്തിന് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി, ഇദ്ദേഹത്തിന്റെ മേഖലയിൽ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ മുകളിൽ അമിതമായിട്ടുള്ള ഭാരമാണ് ഇദ്ദേഹം തീർത്തും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഇദ്ദേഹം സ്വീകരിക്കാറില്ല. അങ്ങനെ പോവാതെ എങ്ങനെ പോലീസ്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, പോലീസിലുള്ള സേന, ആ സേനയിൽ എങ്ങനെയാണ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് താഴെയുള്ള ഒരാളോട് കളിച്ച് ചിരിച്ച് സംസാരിക്കാനായിട്ട് സാധിക്കുക? ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ ഷാമ, ഞാൻ പലപ്പോഴും ആലോചിച്ചുള്ള കാര്യമാണ്. നമ്മൾ ഇപ്പോ ഒരു സ്ഥാപനം, ഒരു പോലീസ് സേന വേണ്ട, ഒരു സ്ഥാപനം എടുത്ത് നോക്കിക്കോളൂ. അവിടെയുള്ള തൊഴിലാളികൾ നല്ലതുപോലെ പണിയെടുക്കണമെങ്കിൽ മുതലാളിയായിട്ട് തന്നെ നിൽക്കണ്ടേ? മുതലാളി തൊഴിലാളികളോട് ഒരു സിമ്പതി കാണിച്ചാൽ അത് മുതലെടുക്കുന്ന തൊഴിലാളികളുള്ള നാടാണ് നമ്മുടെ കേരളം. പിന്നെ കേരളമാണെങ്കിൽ പ്രത്യേകിച്ച് അതറിയാലോ. പിന്നെ അവിടെ യൂണിയനായി, അതായി ഇതായി, മുതലാളിയെ താഴെ ഇറക്കി അവസാനം മുതലാളി കുത്തുവാള എടുക്കും. അത് ഞാൻ എക്സാമ്പിളിന് പറഞ്ഞതാണ്. കേരള പോലീസിലേക്ക് വരുമ്പോൾ ഒരു കേസ് അന്വേഷണത്തിന്റെ ഒരു ഫയൽ എന്റെ മുന്നിലേക്ക് എത്തണം എന്ന് പറയുമ്പോൾ, സാറ് പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, സാർ അങ്ങനെ പറയും എന്ന് വിചാരിച്ച് നാളെ അവൻ ഇന്ന എന്ത് ചെയ്യും? അങ്ങനെ ഇന്ന എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ഈ ജോലി ഭാരം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ അത് കാണുന്ന ആസ്പെക്ട് ഏതെന്നറിയാം. അയാൾ ഒരു നല്ല ഉദ്യോഗസ്ഥനായതുകൊണ്ട് അയാൾ കർക്കശമായിട്ട് പറയാണ് എനിക്കത് കിട്ടിയിരിക്കണം എന്ന് പറയുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും താഴെ തട്ടി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇയാളോട് ഒരു ദേഷ്യം വരും. അജിത് കുമാർ അയാളാണല്ലേ, അയാളെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണെങ്കിലും അല്ല. അതായത് അനാവശ്യമായിട്ടുള്ള കേസ് അന്വേഷണത്തിന്റെ ഫയലോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഒരു കേസിൽ ഇത്ര നേരത്തിനുള്ളിൽ റിസൾട്ട് ഉണ്ടാക്കുകയോ ഒന്നുമല്ല. ഇദ്ദേഹം താഴെത്തട്ടിലോട്ട് സമ്മർദ്ദം കെട്ടിയിറക്കി കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? അത് പല രീതിയിലുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അദ്ദേഹം കടന്നുകൂടിയത് അതിനകത്ത് ADGP ലോ ആൻഡ് ഓർഡർ ആയിട്ട് അദ്ദേഹം കടന്നുകൂടിയതാ. ഇദ്ദേഹത്തെ ഒരു പ്രാധാന്യമില്ലാത്തൊരു വകുപ്പിൽ കൊണ്ട് ഇട്ടിരുന്നതാ അദ്ദേഹം. അതായത് ഇദ്ദേഹം വിജിലൻസിൽ ഇരുന്നപ്പോൾ സരിത്തിനെ തട്ടിക്കൊണ്ടുപോയി, മുഖ്യമന്ത്രിയെ സഹായിക്കാൻ വേണ്ടി സരിത്തിനെ തട്ടിക്കൊണ്ടുപോയി. സരിത ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ
പിന്നെ സരിത്തിനെ വിജിലൻസ് പിടിച്ചുകൊണ്ട് പോയി സരിത്തിന്റെ ഫോൺ പിടിച്ചുകൊണ്ട് കൊടുക്കണം. ആ കാര്യം മുഖ്യമന്ത്രിക്ക് വളരെയധികം കോട്ടമുണ്ടാക്കി ആ സംഭവം. അതായത് മുഖ്യമന്ത്രി മൊത്തത്തിൽ സംശയത്തിന്റെ നിഴലിലായി. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ വിജിലൻസിന്റെ മേധാവിയിൽ നിന്ന് മാറ്റി ഒരു അപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പിൽ കൊണ്ടിട്ടിരുന്നത്. അതേ അദ്ദേഹം പിന്നീട് ഇതിലേക്ക് കടന്നുകൂടി. അത് ഇവർക്ക് ഫേവർ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇദ്ദേഹത്തിന് ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി എങ്ങനെ പെരുമാറുന്നു ആ രീതിയിൽ ഒരു ADGP പെരുമാറുന്നതാണ് സേനയിലെ പരാതി. ഒരു പാർട്ടിക്കാരാണെങ്കിൽ പാർട്ടിക്കാരുണ്ടാകുന്ന കേസുകളിൽ ഇദ്ദേഹം വന്ന് ഇടപെടുന്നു. CPM-ന്റെ നേതാക്കൾ പ്രതിയാകുന്ന കേസുകളിലൊക്കെ ഇദ്ദേഹം നിർദ്ദേശം വെക്കുന്നു. അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കറക്റ്റായിട്ട് ജോലി ചെയ്യാൻ ADGP പറയുകയാണെങ്കിൽ അത് ശരിയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പിനെ മികച്ച രീതിയിൽ കൊണ്ടുവരണം. ഇത് ഒരു തരത്തിൽ ഒരു സൈഡിൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുകയും മറ്റ് വിഭാഗങ്ങളെ എല്ലാം ആക്രമിക്കാനുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സേന. വിഭാഗത്തെയാണ് ആക്രമിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരെയും CPM-നെ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. പൊതുവെ അങ്ങനെയാണ്. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും പോലീസ് അല്ലല്ല, ലോ ആൻഡ് ഓർഡർ ADGP എന്ന് പറയുന്നത് അവരുടെ പാർട്ടിക്ക് പറ്റുന്ന ഒരാളെ കൊണ്ടിടത്തും. വിജിലൻസിന്റെ മേധാവി, ലോ ആൻഡ് ഓർഡർ ADGP, പിന്നെ ഇന്റലിജൻസ് ADGP, ഇത്രയും 3 പേരെയും കൊണ്ടിടുന്നത് പാർട്ടിക്ക് സർക്കാരിനോട് കുറച്ച് കീഴ്പ്പെട്ട് നിൽക്കുന്നവരെ കൂറുള്ളവരെ കൊണ്ടിടും. ഇല്ലെങ്കിൽ ഇത് കുഴപ്പം ചെയ്യും, സർക്കാരിന് കുഴപ്പം ചെയ്യും. ഇത് ഇദ്ദേഹം അതിനപ്പുറം റോൾ വഹിക്കുന്നു എന്നാണ്. പാർട്ടിക്കാർക്ക് ഇടപെടുന്ന കേസുകളിലൊക്കെ ഇദ്ദേഹം കയറി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇദ്ദേഹത്തിന് ഒരു സൈഡിൽ പാർട്ടിക്കാർ പ്രതിയാകുന്ന ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിൽ ADGP-യുടെ വിളി അതായത് ജില്ലാ പോലീസ് മേധാവി അവർക്ക് നേരിട്ട് വരുന്നു. റേഞ്ചിലും അല്ല വിളിക്കുന്നെങ്കിൽ ഇദ്ദേഹം റേഞ്ചിലും അല്ല വിളിക്കുന്നത്. റേഞ്ചിൽ വിളിച്ചിട്ടാണ് സാധാരണ ADGP ഒക്കെ ഇടപെടാറുള്ളത്. ഇത് റേഞ്ചിലും അല്ല, നേരിട്ട് SP-ക്ക് കോൾ വരുവാ. ഇദ്ദേഹത്തിന്റെ നേരിട്ട് വിളികൾ വരുന്നു. അതാണ് ഇദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിലവിലുണ്ടായിരിക്കുന്നത് കേരള പോലീസ് കുത്തഴിഞ്ഞടക്കുകയാണ്. ഇപ്പം ദർബാർ സാഹിബ് ജൂണിൽ പോകും. ഈ ദർബാർ സാഹിബ് ഇപ്പോ ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. ADGP-ക്കെതിരെ വിജിലൻസ് അന്വേഷണം, അതായത് വിടുന്ന ലക്ഷണമല്ല. അദ്ദേഹം തമ്മിൽ പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെയും ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ആവർത്തിക്കുന്നില്ല. അദ്ദേഹം തമ്മിലുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് പ്രഖ്യാപിച്ചു. ഈ വിജിലൻസ് അന്വേഷണം നടക്കുകയാണെങ്കിൽ ഇത് നോക്കുമ്പോൾ 2028 വരെ സർവീസ് ഉണ്ട്. ആർക്കാ? ഇദ്ദേഹത്തിന് DGP ആവേണ്ട ആളാണ് ഈ MR. രാഷ്ട്രപതിയുടെ മികച്ച സേവനത്തിനുള്ള പോലീസ് മെഡൽ കിട്ടിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം മാത്രമേ ഇദ്ദേഹത്തിന് ഇക്കാര്യം നിലവിൽ ഒരു പ്രതിസന്ധിയായിട്ടുള്ളൂ. അതുകൂടി പരിഗണിക്കപ്പെടും. കിട്ടിയാൽ മാത്രമേ DGP ആവാൻ സാധിക്കൂ. അല്ല, അതുകൂടി പരിഗണിക്കപ്പെടും. റാങ്കിൽ പരിഗണിക്കപ്പെടും. ഇത് UPSC-യും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയും കേന്ദ്രസേനയുടെ മേധാവിയും ക്രൈറ്റീരിയ എന്താ? അതായത് നേരത്തെ 30 വർഷത്തെ സർവീസ് ആയിരുന്നു. 30 വർഷം, ഇപ്പൊ അത് 25 വർഷത്തെ സർവീസ് വന്നു. 25 വർഷത്തെ സർവീസ് ഉള്ള ADGP-യെ ഇതുപോലെ നമുക്ക് സർക്കാരിന് ശുപാർശ ചെയ്യാം. സർക്കാർ എന്താണ് UPSC-ക്കാണ് ശുപാർശ ചെയ്യുന്നത്. UPSC പിന്നീട് UPSC-യും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയും ഒരു കേന്ദ്ര സേനയുടെ മേധാവിയും നമ്മുടെ സംസ്ഥാന പോലീസിന്റെ ഇപ്പോഴത്തെ മേധാവിയും എല്ലാവരും UPSC-യുടെ മേധാവി എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ 3 പേരെ നിയോഗിച്ച് ഇങ്ങോട്ട് 3 പേരുടെ ലിസ്റ്റ് സർക്കാരിന് നൽകുക. ഈ 3 പേരിൽ ആരെ വേണമെങ്കിലും സംസ്ഥാന സർക്കാരിന് DGP ആകാം. ഇപ്പൊ DGP ആക്കാൻ വേണ്ടി ഉള്ള മത്സരമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള ദർബാർ സാഹിബ് 26 ജൂൺ മാസത്തിൽ പോകും. അടുത്ത ജൂണിൽ അതുവരെയുള്ള അദ്ദേഹത്തിന്റെ കാലാവധി. അദ്ദേഹത്തിന് ഇനി പുതുക്കാനും പറ്റില്ല. ഇപ്പൊ നിലവിൽ 1 വർഷം കൂട്ടിക്കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ആരാണ് ആകേണ്ടത്? നിതിൻ അഗർവാൾ. അദ്ദേഹത്തെ BSF റിജക്ട് ചെയ്ത ആളാണ്. അദ്ദേഹത്തെ ആക്കാൻ പറ്റില്ല. പിന്നെ ഉള്ള ആരാണ്? റവാഡ ചന്ദ്രശേഖർ. ഈ റവാഡ ചന്ദ്രശേഖർ കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് ലിസ്റ്റ് പരിഗണിച്ച് വരുമ്പോ P വിജയൻ വരെ ഉണ്ട്. ADGP. ഇപ്പൊ ADGP അദ്ദേഹം 1999 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് P വിജയൻ. 99 ബാച്ച്, ഏതാണ്ട് 2030 മുകളിൽ സർവീസ് ഉണ്ട്. കുറെ നാളായിട്ട് മനോജ് എബ്രഹാം സൈഡിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ പുള്ളി. മനോജ് എബ്രഹാം എനിക്കൊന്ന് ലിസ്റ്റില് മനോജ് എബ്രഹാം 4-ാമതാണ്. 2031 ജൂൺ വരെ. എനിക്ക് തോന്നുന്നു അജിത് കുമാറിനെക്കാട്ടിലും വലിയ പിണറായി വ്യക്തിയാണ് മനോജ് എബ്രഹാം എന്ന് ചില സമയത്ത് തോന്നിപ്പോ. അതെ. എന്നിട്ട് പുള്ളി എന്തുകൊണ്ട് DGP ആക്കുന്നില്ല? DGP ആക്കാതെ അല്ലെ, അദ്ദേഹം ലിസ്റ്റിൽ 4-ാമത്. ഇനി യോഗേഷ് ഗുപ്ത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിജിലൻസ് ഇരിക്കുന്നത്. അദ്ദേഹവും കഴിഞ്ഞിട്ടാണ്. ഈ യോഗേഷ് ഗുപ്തയൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ കേന്ദ്ര സേനയിലേക്ക് നേരത്തെ ഒരു അപേക്ഷ കൊടുത്തായിരുന്നു. താൻ ഇനി ഇവിടെ ഒന്നും ആവത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം NIA-യിലേക്ക് പോകാൻ ഒരു അപേക്ഷ കൊടുത്തായിരുന്നു. ഇതിപ്പോ അതെങ്ങനെയും പാസ്സാക്കി എടുക്കാൻ ഇവിടെ നിയമമാര് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് NIA-യിലേക്ക് എങ്ങനെയെങ്കിലും പോട്ടെ. റവാഡ ചന്ദ്രശേഖർ ഇപ്പൊ നിലവിൽ ഡെപ്യൂട്ടേഷൻ അല്ല. ഇവര് തമ്മിൽ അടിയാണ്. DGP ആവാൻ അടിയാണ്. റവാഡ ചന്ദ്രശേഖരൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന. അദ്ദേഹം വരാൻ നോക്കുന്നു, ഇവർ വരാതിരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഡെപ്യൂട്ടേഷൻ അല്ല. പിന്നുള്ളത് യോഗേഷ് ഗുപ്ത കേന്ദ്രത്തിലേക്ക് പോവാതിരിക്കുന്നത്. ഇങ്ങനെ ഇത് ഈ പറയുന്നതിനകത്ത് എല്ലാവരും വിജയ് സാർക്കർ
എന്നേയില്ല, അദ്ദേഹം ഇങ്ങോട്ട് വരരുതെന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിനാണ് ലിസ്റ്റില് പിന്നെ 4 അല്ല ലിസ്റ്റിൽ കൂടുതൽ സാധ്യതയുള്ളതാരാ ഇതിൽ ശരിക്കും ആകേണ്ട ഈ നിതിൻ അഗർവാള. പക്ഷെ ആകെ പിന്നെ പറ്റത്തില്ല, കൊടുക്കത്തില്ല. ഇനി BSF റിജക്ട് അടിച്ച് കളഞ്ഞല്ലേ, കാര്യശേഷി ഇല്ല എന്നുള്ള രീതിയിൽ BSF എടുത്ത് കളഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കത്തില്ല. പിന്നുള്ളത് ഈ നിതിൻ പിന്നുള്ളത് റവാഡ ചന്ദ്രശേഖരൻ. ഈ റവാഡ ചന്ദ്രശേഖർ വന്നാൽ അദ്ദേഹത്തെ തന്നെ ആക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനെയാണ് ഒരു പ്രധാന പരിഗണന കൊടുക്കും. നല്ല പേരല്ലേ റവാഡ ചന്ദ്രശേഖർ. റവാഡ ചന്ദ്രശേഖർ, ഷേഖ് ദർബേഷ്, ലോക്നാഥ് ബെഹ്റ പോലെ. എന്റെ ഏറ്റവും ഫേവറേറ്റ് DGP ലോക്നാഥ് ബെഹ്റ. അതെല്ലാവർക്കും ഈ മീഡിയക്കാർക്കെല്ലാം പ്രിയ. മീഡിയക്ക് എന്തോ പുള്ളി ബൈരും. ഇവരാരും മീഡിയത്തെ ഫ്രണ്ട് കണ്ടിട്ട് ഇവരാരും വരത്തില്ല. അനിൽ ഗാന്ധിനെ പോലും നമ്മൾ അങ്ങനെ വലുതായിട്ട് അല്ല, അനിൽ ഗാന്ധി ഒട്ടും വരത്തില്ല. പക്ഷെ അനിൽ ഗാന്ധി എഫിഷ്യന്റ് ആയിരുന്നു കേട്ടോ, പക്ക എഫിഷ്യന്റ് ആയിരുന്നു. ഈ ശബരിമലയൊക്കെ അനിൽ ഗാന്ധി കയറുന്നത് ശ്യാമ ശ്രദ്ധിച്ചിട്ടുണ്ടോ വീഡിയോ? ശബരിമല അദ്ദേഹം 15 മിനിറ്റ് കൊണ്ട് മല മൊത്തം കയറി കഴിയും, ഒരു പ്രശ്നവുമില്ല. ഇവിടെ വരുന്ന പോലീസുകാർ പോലും കയറുന്നില്ല. അദ്ദേഹം വലിയ വാർത്തയായി. കായികക്ഷമതയുള്ള അദ്ദേഹം ഒരു 8 കിലോമീറ്റർ കൂടുതൽ ഓടും. അദ്ദേഹം ഭയങ്കര നല്ല വിജിലന്റ് ആയിരുന്നു. അദ്ദേഹം ഉള്ള സമയത്ത് ക്രമസമാധാന പരിപാലനമൊക്കെ ഓക്കെ ആയിരുന്നു. ലോക്നാഥ് ബെഹ്റയുള്ള കാലത്ത് ലോക്നാഥ് ബെഹ്റ അറിയാലോ, പിണറായി വിജയന്റെ ചട്ടുവായിരുന്നു ലോക്നാഥ്. പക്ഷെ മാധ്യമങ്ങളെ സൂചിപ്പിച്ച് നിർത്താൻ ലോക്നാഥ് ബെഹ്റയ്ക്ക് നല്ലപോലെ കഴിവുണ്ടായിരുന്നു. നമ്മളൊരു അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാലേ ഈ ലോക്നാഥ് ബെഹ്റയുടെ ഒരു കഥ പറഞ്ഞുതരാം. അപ്പോ നമ്മൾ ഒരു കാര്യത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു കേസിന് അദ്ദേഹത്തിന് വിളിക്കുന്നു വെച്ചോ, ഫോണിൽ വിളിക്കുന്നു. സാർ ഇത് എന്താണ് ഇങ്ങനെ ഡീറ്റെയിൽസ് വെച്ച് അദ്ദേഹം പറയും അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കേസാണ്, പ്രത്യേകിച്ച് അതൊരു മർഡർ കേസാണല്ലോ. അപ്പൊ എന്താ സംഭവം മർഡറാണെന്ന് തെളിഞ്ഞു. ആത്മഹത്യയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രമുഖ സംഭവത്തിലേ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു വലിയ വിവാദമായിട്ടുള്ള ഒരു കേസിൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി കോൺഫിഡൻഷ്യലായി കിടക്കുന്ന ഒരു കേസാണ്, നമുക്കത് സംസാരിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ പ്രത്യേകിച്ച് ഒരു മർഡർ കേസാണല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആ യുവതിയുടെ പേര് നമ്മൾ കൊടുക്കരുത് കേട്ടോ, അതൊരു റേപ്പും കൂടാണ്. റേപ്പാണ്, കൊലപാതകമാണ്. പിന്നെ അപ്പൊ തന്നെ നമ്മള് ഫ്ലാഷ് അടിക്കുമല്ലോ, കൊലപാതകം വന്ന് പോലീസ്. പുള്ളി ഇത് പറഞ്ഞത് പുള്ളി വിട്ടിത്തരമല്ല പറയുന്നത്, പുള്ളി ബുദ്ധിപരമായി നമുക്ക് ഇൻഫർമേഷൻ തരും. അപ്പൊ എന്താ ചെയ്യും, നമ്മൾ പുള്ളിയോട് കമ്മിറ്റഡ് ആയിരിക്കും, നമ്മളൊരു കമ്മിറ്റ്മെന്റ് പുള്ളിയോട് കാണിക്കുക. അങ്ങനെയാണ് പുള്ളി ഇവിടുത്തെ മീഡിയ പേഴ്സൺസിനെ മൊത്തം കയ്യിലെടുത്തിരുന്നത്. പുള്ളിക്കെതിരെ ഒരു വാർത്തയും വരത്തില്ലായിരുന്നല്ലോ. ഈ DGP സ്ഥാനം കഴിഞ്ഞ് വിരമിച്ച് അദ്ദേഹം പോയി കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിനെതിരെ ഇവിടെ വാർത്ത വന്നിട്ടുള്ളൂ. അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു വാർത്തയും ഇവിടെ കാര്യമായി കൈകാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആദ്യമാണ് ഏതാണ് അമീറുൽ ഇസ്ലാമിന്റെ കേസൊക്കെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തെടുത്തോളൂ മീഡിയ. കാര്യം നടക്കുന്ന എന്താണ്, നടക്കുന്ന തെളിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അവിടെ ക്രിയേറ്റ് ചെയ്ത തെളിവ് ഒരു സൈഡിൽ. ആ തെളിവ് അതെല്ലാം മീഡിയ അന്വേഷിക്കത്തില്ലേ, പോസ്റ്റ്മോർട്ടം ചെയ്ത് കണ്ടുപിടിക്കത്തില്ലേ മീഡിയ? ഒന്നും അന്വേഷിച്ചില്ലല്ലോ. കാര്യം എന്തോ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കാര്യങ്ങൾ ചെല്ലും. ഏതായാലും നമ്മുടെ DGP ആകാൻ വേണ്ടി PHQവിന് മുന്നിൽ തമ്മിൽ തല്ലുമോ, ഇനി SFIക്കാർ തമ്മിൽ തല്ലിയതുപോലെ പോലീസുകാരെല്ലാം കൂടെ തമ്മിൽ തല്ലുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശങ്ക. നമുക്ക് കണ്ടറിയാം.